ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷനിലുള്ള രണ്ട് പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം സെക്ഷൻ ഈസ് 250 meter wide and 450 meter deep to the center of tensile reinforcement. It is reinforced with 2 bars of 16 mm diameter as compression reinforcement. 2 bars of 16 mm diameter as compression reinforcement at an effective cover of 50 mm and 4 bars of 25 mm diameter as tensile steel using M20 concrete and Fe 415 steel. Calculate ultimate moment of resistance of the section. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം സെക്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം? വി ഹാവ് ടു നോ ദി അൾട്ടിമേറ്റ് മൊമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് വേണം. അപ്പോൾ അൾട്ടിമേറ്റ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അൾട്ടിമേറ്റ് മൊമെൻറ്റിനെ കുറിച്ച്. എം യു എന്ന് പറഞ്ഞാൽ എം യു ഈക്വൽ ടു 0.36. നമ്മൾ എങ്ങനെയാണ് വരുന്നത്? ഇതാണ് കോൺക്രീറ്റ് സെക്ഷൻ വരുന്നത്, ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെസ് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻ്റെ സ്ട്രെസ് ഡയഗ്രാം വരുന്നത് ഇതാണ്. നമ്മളെ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻ. ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇതിൻ്റെ സ്ട്രെസ് ഡയഗ്രാം വരുന്നത് എങ്ങനെയാണ്? ഇതാണ്. ഇത് ന്യൂട്രൽ ആക്സിസ് എക്സ് യു. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മളെങ്ങനെ കണ്ടെത്തുന്നത്? ദാറ്റ് ഈസ്, ഇതിൽ രണ്ട് കംപ്രസീവ് ഫോഴ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത്, C1 ആൻഡ് C2. C1 ഇതിനെ C2 എന്ന് എടുത്തു. C1 എന്താണ്? C1 എന്ന് പറഞ്ഞാൽ FSC ഇൻറ്റു ASC. അതല്ലേ C1 വരുന്നത്? ഇതുകൊണ്ടുണ്ടാവുന്ന കംപ്രസീവ് ഫോഴ്സാണ് എന്ത്? C1. C2 എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടുണ്ടാവുന്ന കംപ്രസീവ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.36 FCK ഇൻറ്റു 0.36 FCK ഇൻറ്റു XU ഇൻറ്റു B. 0.36 FCK ഇൻറ്റു XU ഇൻറ്റു B ആണെന്ത്? C1 C2 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു ഈ ഫോഴ്സും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ടു ഫോഴ്സസും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫോഴ്സസ് ആണ്. C1ൻ്റെ ലിവർ ആം എന്താണ്? C1ൻ്റെ ലിവർ ആം വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് D മൈനസ് D ഡാഷ്. C2ൻ്റെ ലിവർ ആം വരുന്നതോ? C2ൻ്റെ ലിവർ ആം വരുന്നത് XU D മൈനസ് 0.42 XU. D മൈനസ് 0.42 XU. ഇതാണ് C2ൻ്റെ ലിവർ ആം വരുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ലിവർ ആം ഡിസ്റ്റൻസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് മൊമെൻറ്റ് കിട്ടും. അപ്പോൾ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. MU എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ C1 ദാറ്റ് ഈസ് FSC ഇൻറ്റു ASC ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് D മൈനസ്
ഡി ഡാഷ് പ്ലസ് C2 ഇൻറ്റു ലിവർ ആം. C2 എന്താണ്? 0.36 FCK ഇൻറ്റു 0.36 FCK ഇൻറ്റു XU ഇൻറ്റു B ഇൻറ്റു D മൈനസ് 0.42 XU. ഇതാണെന്ത്? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതാണ് നമ്മൾ ഈ ഇവിടെ തന്നിട്ടുള്ളത്. അതാണ് ഈ ഇക്വേഷൻ. അതാണ് ഇവിടെ തന്നിട്ടുള്ള ഈ ഇക്വേഷൻ. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം സെക്ഷനാണ്. ദാറ്റ് ഈസ് 250 മില്ലിമീറ്റർ വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ വിഡ്ത്ത് ബി തന്നിട്ടുണ്ട്. ബി ഈസ് 250 മില്ലിമീറ്റർ ആൻഡ് 450 മില്ലിമീറ്റർ ഡീപ്പ്. അപ്പോൾ ഡെപ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത് ആണ് തന്നിട്ടുള്ളത്. ഡീപ്പ് ടു ദി സെൻറ്റർ ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെ. അപ്പോൾ ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത് ഈക്വൽ ടു 450 മില്ലിമീറ്റർ. അതുപോലെ തന്നെ 2 bars of 16 mm diameter as compression reinforcement. AC തന്നിട്ടുണ്ട്. 2 bars of 16 mm diameter ആണ്. അപ്പോൾ 16 mm ഡയമീറ്ററിൻ്റെ 2 ബാർസ് എന്ന് പറഞ്ഞാൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? 2 ഇൻറ്റു π/4 ഇൻറ്റു 16 സ്ക്വയർ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 201 കൊടുത്തും. π/4 ഇൻറ്റു 16 സ്ക്വയർ 201 ആണ്. അപ്പോൾ 402 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എഫക്റ്റീവ് കവർ 50 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് 25 mm ബാർസാണ്. 4 bars of 25 mm ആണ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ AST ആണ് കണ്ടുപിടിക്കുന്നത്. AST എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു π/4 ഇൻറ്റു 25 സ്ക്വയർ. ദാറ്റ് ഈസ് 4 ഇൻറ്റു 491. ദാറ്റ് ഈസ് 1964 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള M20 ആണ്. FCK എന്താണ്? 20 Nm/mm സ്ക്വയർ ആണ്. FA എന്താണ്? 250 സ്റ്റീൽ ആയതുകൊണ്ട് 250 Nm സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കാം. നമ്മൾ MU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കാം. MU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് 0.36 അറിയാം, FCK 20 അറിയാം, B 250 അറിയാം, XU അറിയാം, ഇറ്റ് ഈസ് അൺനോൺ ആണ്. D അറിയാം, 0.42 അറിയാം, XU അറിയില്ല. FSC അറിയാം, ഇറ്റ് ഈസ് അൺനോൺ. ASC അറിയാം, D അറിയാം, D ഡാഷ് അറിയാം. അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇക്വേഷനിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് XU അറിയില്ല, അതുപോലെ തന്നെ FSCയും അറിയില്ല. അപ്പോൾ നമ്മൾ FSCയും XUയും കണ്ടുപിടിക്കാം. അപ്പോൾ FSC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? FSC നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡിസൈൻ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു a strain of 0.0035 XU max minus D dash by XU max. നമ്മൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെവലിൽ വരുന്ന സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് എന്ത്? FSC. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ സ്ട്രെസ് അറ്റ് ദി ലെവൽ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെവലിൽ വരുന്ന സ്ട്രെസ്സാണ് എന്ത്? FSC എന്ന് പറഞ്ഞാൽ. FSC എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അറ്റ് ദി
level of compression reinforcement. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ക്രോസ് സെക്ഷൻ എങ്കിൽ ഇതാണ് നമ്മൾ ക്രോസ് സെക്ഷൻ വരുന്നത്. ഇതാണ് നമ്മളെ ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ്. അതിൻ്റെ സ്ട്രെയിൻ വരുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് ദ സ്ട്രെയിൻ. ഇത് എക്സ് യു വരുന്നത്, ഇത് ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഇനി ഈ ഒരു ലെവലിൽ വരുന്ന സ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, സ്റ്റീലിൽ വരുന്നത്. അപ്പോൾ ഈ സ്ട്രെയിൻ നമുക്കറിയാം, ഇതിൽ മാക്സിമം വരുന്ന സ്ട്രെയിൻ എന്താണ്? ഇറ്റ് ഈസ് 0.0035 ആണ്. ഇതെന്താണ്? എക്സ് യു ആണ്. ഇത് എക്സ് യു ആണ്, ഇത് 0.0035 ആണ്. അപ്പോൾ ഈ സ്ട്രെയിൻ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? ഇത് ഡി ഡാഷ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഡി ഡാഷ് ആണ്. എഫക്റ്റീവ് കവർ ടു കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെയിൻ എങ്ങനെ കണ്ടെത്താൻ കഴിയും? ബൈ സിമിലർ ട്രയാങ്കിൾ. ദാറ്റ് ഈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതെന്നുള്ളൂ. 0.0035 ഡിവൈഡഡ് ബൈ എക്സ് യു ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ എക്സ് യു മൈനസ് ഡി ഡാഷ്. ഈ ഡിസ്റ്റൻസ് എന്താ വരുന്നത്? എക്സ് യു മൈനസ് ഡി ഡാഷ് എന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ് യു മൈനസ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് യു ഇൻറ്റു 0.0035. ഇതാണെന്ത് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് സ്ട്രെയിൻ ഇൻ ദി ലെവൽ ഓഫ് അറ്റ് ദി ലെവൽ ഓഫ് കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ സ്ട്രെയിൻ കണ്ടുപിടിച്ചു. അപ്പോൾ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെന്ത്? യങ് സ്മോൾനെസ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ് സ്മോൾനെസ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ യങ് സ്മോൾനെസ് എന്താണ്? ഇറ്റ് ഈസ് 2 × 10⁵ ന്യൂട്ടൺ പെർ mm² ആണ്. 2 × 10⁵ മെഗാ പാസ്കൽ ആണ്. ഇപ്പോൾ സ്ട്രെസ്സാണ്, ദാറ്റ് ഈസ് FSC ആണ്. സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് 0.0035 ഇൻറ്റു എക്സ് യു മൈനസ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് യു. ഇനി FSC കിട്ടാൻ എന്തായിരുന്നു? ജസ്റ്റ് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ദാറ്റ് ഈസ് നമുക്ക് FSC എന്ത് കിട്ടും? FSC ഈക്വൽ ടു 2 × 10⁵ ഇൻറ്റു 0.0035 ഇൻറ്റു എക്സ് യു മൈനസ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് യു എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഒരു ഇക്വേഷനാണ്, ഈ ഒരു ഇക്വേഷനാണ് ഈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷനാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് FSC ഈക്വൽ ടു എന്താണ്? 700. ദാറ്റ് ഈസ് 0.0035 ഇൻറ്റു 2 × 10⁵ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 700 ഇൻറ്റു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ എക്സ് യു മൈനസ് ഡി ഡാഷ് ബൈ ഡിവൈഡ് ബൈ എക്സ് യു. അത് നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് ഡി ഡാഷ് ബൈ എക്സ് യു എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? FSC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് FSCൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 700 ഇൻറ്റു 1 മൈനസ് ഡി ഡാഷ് തന്നിട്ടുണ്ട് 50 ഡിവൈഡഡ് ബൈ എക്സ് യു. ഇതിൽ നിന്ന് നമുക്ക് എക്സ് യു കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? FSCയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ എക്സ് യു എങ്ങനെ കണ്ടെത്തും? അപ്പോൾ എക്സ് യു കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വാട്ട് വി ഹാവ് ടു ഡു? നമ്മൾ ചെയ്യുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. ടെൻഷനും ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും അറ്റ് ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ അസ്യൂം ചെയ്യും. ദാറ്റ് ഈസ് ടെൻസൈൽ ഫോഴ്സ് വരുന്ന എന്താണ്? ഇറ്റ് ഈസ് 0.87 FY ഇൻറ്റു AST. കംപ്രസീവ് ഫോഴ്സ് വരുന്നതോ? കംപ്രസീവ് ഫോഴ്സ് 2 വരുന്നുണ്ട്. 0.36 FCK ഇൻറ്റു XU ഇൻറ്റു B പ്ലസ് FSC ഇൻറ്റു ASC. ദാറ്റ് ഈസ് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. C ഈക്വൽ ടു T നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കാൽക്കുലേറ്റ് എക്സ് യു. FSCക്ക് പകരം നമ്മൾ 700 ഇൻറ്റു ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ് 0.36 ഇൻറ്റു FCK ഇൻറ്റു XU ഇൻറ്റു B പ്ലസ് FSC എന്താണ്? FSCൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 700 ഇൻറ്റു 1 മൈനസ് D ഡാഷ് ബൈ XU ഇൻറ്റു AC. AC എന്താണ്? 402 mm² ഈക്വൽ ടു 0.87. FI എന്താണ്? 250 ഇൻറ്റു AST. AST എത്രയാണ്? ഇറ്റ് ഈസ് 1964 mm². ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇതിൽ അൺനോൺ ആയിട്ട് ആര് വരുന്നേ ഉള്ളൂ? XU മാത്രം അൺനോൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അൺനോൺ വാല്യൂസിന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയും. XUൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? XUൻ്റെ വാല്യൂ യു വിൽ ഗെറ്റ് 137.735 കിട്ടും. ഫോർ FE 250ക്ക് XU എന്താണ്? 0.53 D ആണ് XU മാക്സ് വരുന്നത്. FE 250ക്ക് 250 ആണ്. FE 250ക്ക് XU മാക്സ് വരുന്നത് 0.53 D ആണ്. 0.53 ഇൻറ്റു 250 450. 250 അല്ല, D വരുന്നത് 450 ആണ്. ദാറ്റ് ഈസ് 238.5 mm എന്ന് കിട്ടും. ദാറ്റ് ഈസ് XU ലെസ് ദാൻ എന്താണ്? XU ലെസ് ദാൻ XU മാക്സ് ആണ്. അങ്ങനെ നമ്മൾ FSC വാല്യൂ നമുക്ക് ഈ XUൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. FSCൻ്റെ വാല്യൂ 445.9 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് XU വാല്യൂ ഫോർ FE 250ക്ക് പറഞ്ഞിട്ടുണ്ട് 0.87 FI എന്ന് 217 Nm². അപ്പോൾ FSC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.87 FI ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ. FSC വരുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.87 FI ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? FSC വാല്യൂ 0.87 FI ആണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് FSC ഈക്വൽ ടു 217 Nm². അപ്പോൾ FE 250ക്ക് നമ്മൾ സാധാരണ FSC വാല്യൂ എടുക്കുന്നത് 0.87 FI ആണ്. അത് ഓർത്തിരിക്കാം. FE 250ക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. FE 250ക്ക് FSC വാല്യൂ എന്ന് പറഞ്ഞാൽ FSC ഈക്വൽ ടു 0.87 FI ആണ്. അപ്പോൾ നമുക്ക് FI കിട്ടി, അതുപോലെ തന്നെ XU വാല്യൂവും കിട്ടി. FSC വാല്യൂ കിട്ടി, XU വാല്യൂ കിട്ടി. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി XU വാല്യൂ കിട്ടിയത് എത്രയാണ്? XU value is given as 137. FSC equal to 217 Nm². 0.36 into 20 into 250 into XU എന്ന് പറഞ്ഞാൽ B 250 into 137.735 into D
450 minus 0.42 137.735 plus FSC 217 into AC 402 into D minus D dash 450 minus 50 ന്യൂട്ടൺ MM എന്ന് കിട്ടും. എല്ലാം ന്യൂട്ടൺ MM-ലായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂട്ടൺ MM-ലായിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 132.2 ഇൻറ്റു 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 132.12 കിലോ ന്യൂട്ടൺ മീറ്റർ ആണെന്ത് നമ്മൾ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എമ്മിയുടെ ഇക്വേഷനാണ്. എമ്മിയുടെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ FSC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, FSCൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്തിരിക്കാം. FSCൻ്റെ ഇക്വേഷൻ FE 250 ആണെങ്കിൽ നമ്മൾ 0.87 FI ആണ്. അല്ലാത്തതിനൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി XU കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിയും ടിയും കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത് നമുക്ക് കിട്ടുന്ന XU വാല്യൂ. ഇനി ജസ്റ്റ് ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് നമ്മളെ ആൻസർ. ഇനി നമുക്ക് ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. പ്രോബ്ലം ഇതാണ്, ഇത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഈ പ്രോബ്ലം. ഫൈൻഡ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് റിക്വയർഡ് ഫോർ എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം സെക്ഷൻ ടു ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. വിഡ്ത്ത് ഓഫ് ദി ബീം തന്നിട്ടുണ്ട് 250, ഡെപ്ത് ടു ദി സെൻറ്റർ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് തന്നിട്ടുണ്ട് 50 mm, 500 mm, ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെപ്ത് ആണ് തന്നിട്ടുള്ളത്. ഇനി എഫക്റ്റീവ് കവർ തന്നിട്ടുണ്ട് 50 mm. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അണ്ടർ ദി വർക്കിംഗ് ലോഡ് കണ്ടീഷൻ, വർക്കിംഗ് ലോഡ് കണ്ടീഷനിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് തന്നിട്ടുണ്ട് 160 kN ആണ്. ഉപയോഗിക്കേണ്ടത് M20 കോൺക്രീറ്റും FE 415 സ്റ്റീലാണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതുക. ബ്രെഡ്ത്ത്, ഡെപ്ത് തന്നിട്ടുണ്ട്, എഫക്റ്റീവ് കവർ തന്നിട്ടുണ്ട്, FCK തന്നിട്ടുണ്ട്, FY തന്നിട്ടുണ്ട്. ഇനി വർക്കിംഗ് മൊമെൻ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, അൾട്ടിമേറ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് 1.5 ഇൻറ്റു 160 ആണെന്ത് നമ്മളെ അൾട്ടിമേറ്റ് മൊമെൻറ്റ് അവിടെ വരുന്ന അൾട്ടിമേറ്റ് മൊമെൻറ്റ്. അപ്പോൾ അൾട്ടിമേറ്റ് മൊമെൻറ്റ് കണ്ടെത്തി. ഇറ്റ് ഈസ് ഈക്വൽ ടു 240 kN ആണ്. ഇനി നമ്മളെ ലിമിറ്റിംഗ് മൊമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. അൾട്ടിമേറ്റ് മൊമെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടെത്തണ്ടേ, ഇതിൻ്റെ ലിമിറ്റിംഗ് മൊമെൻറ്റ് എത്രയാണെന്ന് കണ്ടെത്തണം. ദാറ്റ് ഈസ് MU ലിമിറ്റ്, ഇറ്റ് ഈസ് 0.138 FCK BD². എന്തുകൊണ്ടാണ് 0.138 ആയത്, ഇറ്റ് ഈസ് FE 415 സ്റ്റീൽ ആയതുകൊണ്ടാണ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ IS കോഡിൽ നോക്കിയാൽ മതി. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് MU ലിമിറ്റ് കണ്ടെത്തിയാലും മതി. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡ് തന്നിട്ടുള്ള ആ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിലോട്ട് നിങ്ങൾക്ക് എത്താം. നിങ്ങൾ സിംപ്ലിഫൈഡ് ഇക്വേഷൻ പഠിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ FE 415 ആണെങ്കിൽ MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.138 FCK BD² ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതാണ്. ദാറ്റ് ഈസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1.138 × 20 × 250 × 500². ദാറ്റ് ഈസ് 172.5 × 10⁶ Nm എന്ന് കിട്ടും. ദാറ്റ് ഈസ് MU ലിമിറ്റ് എത്ര കിട്ടും, 172.5 kN. പക്ഷേ അതിൽ വരുന്ന മൊമെൻ്റ് എത്രയാണ്, ഇറ്റ് ഈസ് 240 kN ആണ്.
അപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് കുറച്ചും കൂടി മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആവശ്യമുണ്ട്. നമുക്ക് അഡീഷണലായിട്ട് കുറച്ചും കൂടി മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആവശ്യമുണ്ട്. ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്ന 172 ആണ്. പക്ഷേ അതിൽ വരുന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ല, അതിൽ വരുന്ന അൾട്ടിമേറ്റ് മൊമെൻ്റ് വരുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 240 kN ആണ്. അപ്പോൾ നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു അഡീഷണൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ ഒരു മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് mu ഗ്രേറ്റർ ദാൻ mu ലിമിറ്റ് ആണ്. mu ഗ്രേറ്റർ ദാൻ mu ലിമിറ്റ് ആയതുകൊണ്ട് the section has to be doubly reinforced. doubly reinforced ആവണം. doubly reinforced നമ്മൾ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡെപ്തും ബ്രെഡ്ത്തും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് ചേഞ്ച്. ആൻഡ് ബ്രെഡ്ത്തും ഡെപ്തും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ if mu is greater than mu ലിമിറ്റ്, ഈ കേസിലാണ് എന്ത് വരുന്നത്? നമുക്ക് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കംപ്രസീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷന് നമ്മൾ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലുള്ള ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് സെക്ഷനും, അപ്പോൾ AST അറ്റ് ലിമിറ്റിംഗ് സ്റ്റേറ്റ് പ്ലസ് ഒരു സ്റ്റീൽ ബീം, അഡീഷണൽ ടെൻസൈൽ സ്റ്റീലും അതുപോലെ തന്നെ കംപ്രസീവ് സ്റ്റീലും വരുന്ന ഒരു സ്റ്റീൽ ബീമും കൂടി ചേർന്നിട്ടുള്ള രണ്ട് ബീമായിട്ടാണ് നമ്മളൊരു ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റീൽ ബീം തിയറിയിൽ. അപ്പോൾ അതിൽ നമുക്ക് AST1ഉം AST2ഉം ASCയും കണ്ടെത്തണം. അതിനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതായിരുന്നു. ആദ്യം നമുക്ക് എന്ത് കണ്ടെത്തണം? AST1 കണ്ടെത്തണം. AST1 കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യാം? വാട്ട് വി ഹാവ് ടു ഡു? നിങ്ങൾ IS കോഡിൽ XUൻ്റെ ഇക്വേഷൻ ഉണ്ട്. പേജ് 96 നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. IS കോഡിൽ എന്തുണ്ട്? XU/D പേജ് 96 G1.1 സെക്ഷൻ എയിൽ XU/D എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അതിൽ നമുക്ക് XU/Dക്ക് പകരം XUmax/D കൊടുക്കാം. XUmax/D ഫോർ Fe415 സ്റ്റീൽ എന്താണ്? XUmax/D ഫോർ 415 സ്റ്റീൽ എന്താണ്? ഇറ്റ് ഈസ് 0.48. AST1 കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഈ ഇക്വേഷനാണ്. പേജ് 96 G1.1 ഇക്വേഷനാണ്. ഇതിൽ XU/Dക്ക് പകരം നമ്മൾ XUmax/D ഫോർ Fe415 സ്റ്റീൽ എന്താണ്? ഇറ്റ് ഈസ് 0.48. നമ്മളെ ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പേജ് 72 ആണോ 73 ആണോ ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് 0.48 എന്നുള്ള വാല്യൂ നമ്മൾ പഠിച്ചാണ്. XUmax/D 0.87 അറിയാം. Fe415 ആണ്. Fy എന്ന് പറഞ്ഞാൽ 415 ആണ്. AST അറിയാം, 0.36 അറിയാം. FCക്ക് അറിയാം, B അറിയാം, D അറിയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? AST നമുക്കറിയില്ല. ഇതാണ് നമ്മൾ അൺനോൺ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് XUmax/D 0.48 കൊടുക്കുക. ഇതിൽ നമുക്ക് 0.87 അറിയാം. Fy 415 ആണ്. AST ഇത് AST1 ആണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ചോദ്യം. ഇനി 0.36 അറിയാം. FCK ഇറ്റ് ഈസ് 20 ആണ്. B അറിയാം, D അറിയാം. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് AST1 എന്നുള്ള വാല്യൂ കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് AST1 ദാറ്റ് ഈസ് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ അറ്റ് ലിമിറ്റ്, ആ ലിമിറ്റ് സ്റ്റേറ്റിലുള്ള സ്റ്റീൽ ഇൻ ടെൻഷൻ ബാലൻസ്ഡ് സെക്ഷൻ്റെ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് 1200 mm². നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് G1.1 ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 1200 mm² കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണ്? AST2 കണ്ടെത്തണം. AST2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. AST2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് M2ന് നമ്മൾ 2 ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. M2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി AST2 കണ്ടുപിടിക്കാൻ യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. M2 എന്ന് പറഞ്ഞാൽ MU മൈനസ് MU ലിമിറ്റ്. MU നമുക്കറിയാം, MU ലിമിറ്റ് നമുക്കറിയാം. ദാറ്റ് ഇസ് M2 ഈക്വൽ ടു 0.87 FI AST2 ഇൻറ്റു D മൈനസ് D ഡാഷ്. ദിസ് M2 ഈക്വൽ ടു FSC ഇൻറ്റു ASC ഇൻറ്റു D മൈനസ് D ഡാഷ്. ഇതിൽ നമുക്ക് AST2യും ASCയും എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. M2 എന്ന് പറഞ്ഞാൽ MU മൈനസ് MU ലിമിറ്റാണ്. MU അറിയാം, MU ലിമിറ്റും അറിയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? AST2യും കണ്ടെത്താൻ കഴിയും, അതുപോലെ തന്നെ ASCയും കണ്ടെത്താൻ കഴിയും. ഇനി FSCൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചിട്ടുണ്ട്, 700 എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? FSCയും നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ ഇതിൽ AST2 വാല്യൂ, അതുപോലെ തന്നെ ASC വാല്യൂ, FSC വാല്യൂ. FSC നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. FSC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. FE 250 ആണെങ്കിൽ 0.87 FI ആണ്. FE 415 ആണെങ്കിൽ 500 ഒക്കെ ആണെങ്കിൽ 700 ഇൻറ്റു ആ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ FSC കണ്ടുപിടിക്കുക, AST2 കണ്ടുപിടിക്കുക, ASC കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം.